നമ്മുടെ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടിംഗ് ഇൻഡസ്ട്രി 2024-2025 സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ട് അപേക്ഷിച്ച് ഒരു 55% കൂടുതലായിട്ടാണ് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2400 കോടി രൂപയുടെ സ്മാർട്ട് ഫോൺസാണ് നമ്മൾ പല രാജ്യങ്ങളിലേക്കായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 2 വർഷം മുൻപൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പോർട്ടിംഗ് പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നിലെ പെട്രോളിയം പ്രൊഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയമണ്ട്സ് ആയിരിക്കും. ഇതാണ് 1 or 2 പൊസിഷനിൽ നമ്മൾ മെയിൻലി എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സാമ്പത്തിക വർഷം സ്മാർട്ട് ഫോൺ കയറി വന്നിരിക്കുകയാണ് ആ ഒരു ടോപ്പ് 1 പൊസിഷനിലേക്ക്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ സ്മാർട്ട് ഫോൺസ് ആയാലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ചൈനയെ ആശ്രയിക്കുന്ന ആ ഒരു ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2020 ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ 2025 നോക്കുമ്പോൾ വലിയൊരു കുതിപ്പാണ് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടിംഗ് രംഗത്ത് ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഫിനാൻഷ്യൽ 2023 നോക്കുകയാണെങ്കിൽ $10.96 ബില്യൺ എക്സ്പോർട്ടിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഫിനാൻഷ്യൽ 24 നോക്കുകയാണെങ്കിലോ $15.57 ബില്യൺ ആയിരുന്നു. അതായത് ലാസ്റ്റത്തെ ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ 2025 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ $24.14 ബില്യൺ എക്സ്പോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പീക്ക് ലെവലാണ് ഇതുവരെ നോക്കുമ്പോൾ. അടുത്ത് നമുക്ക് മെയിൻലി നമ്മൾ ആർക്കൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണാം. നമ്മൾ മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ USA, ജപ്പാൻ, ഇറ്റലി, നെതർലാൻഡ്സ്, ചെക്ക് റിപ്പബ്ലിക് ഇതേപോലത്തെ രാജ്യങ്ങളിലേക്കാണ് മെയിനായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്നത് 400% ആണ് 2023 നിന്ന് 2025 നോക്കുമ്പോൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. 2023 അതായത് 2022-2023 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് $2.16 ബില്യൺ ആയിരുന്നു. 2023-2024 ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എക്സ്പോർട്ട് ചെയ്ത് $5.57 ബില്യൺ ആണ്. ഈ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ 2024-2025 $10.6 ബില്യൺ സ്മാർട്ട് ഫോൺസ് ആണ് അമേരിക്കയിലേക്ക് കയറ്റിവിട്ടുള്ളത്. അതായത് ഏകദേശം 400% ഇൻക്രീസ് ആണ് ആ 2023 വിത്തിൻ 2 ഇയേഴ്സിൽ തന്നെ നടന്നിട്ടുള്ളത്. ജപ്പാനിലേക്ക് നോക്കുകയാണെങ്കിൽ 2022-2023 കാലഘട്ടങ്ങളിൽ $120 മില്യൺ ആ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. 2024-2025 വിത്തിൻ 1 ഇയറിൽ തന്നെ $520 മില്യൺ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അവിടെയും ഏകദേശം ഒരു 400% ഇൻക്രീസ് നമുക്ക് കാണാനുണ്ട്. അതേപോലെ തന്നെ നെതർലാൻഡ് ആയാലും ഇറ്റലി ആയാലും ചെക്ക് റിപ്പബ്ലിക് ആയാലും ഇവിടേക്കും ഉള്ള ഒരു എക്സ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മെയിൻലി സാധ്യമായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്ന ഒരു ആശയമാണ്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുവാനും നമ്മളുടെ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾക്ക് അത് ഉപയോഗപ്രദമാകുവാനും കാരണമായിട്ടുണ്ട്. ചൈനയെ ആശ്രയിക്കുന്നത് എങ്ങനെ പോലും നമ്മൾ ഭാവിയിൽ കുറച്ചുകൊണ്ട് വരണം. അതും നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും.